അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ബട്ടൂരയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് ബട്ടൂര എന്ന് പറയുമ്പോൾ നമ്മൾ പലരും പല രീതിയിലും തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഞാനിതിൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടൂര തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ചേർക്കാതെ എങ്ങനെ ഇത് ശരിയാവുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ നമ്മൾ ഇതൊന്നും ചേർക്കാതെ എങ്ങനെയാണ് നല്ല ഒരു പെർഫെക്റ്റ് ആയ ബട്ടൂര തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ 3 കപ്പ് മൈദ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. 250 ml കപ്പിന് 3 കപ്പാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്ലാസ് വെച്ചിട്ടാണ് അളക്കുന്നതെങ്കിലും ആ ഗ്ലാസ് വെച്ചിട്ട് തന്നെ എല്ലാം അളവെടുക്കുക. 3 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് ആട്ട എന്ന റേഷ്യോയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് റവ സൂജി. അപ്പോൾ ആ ഒരു റേഷ്യോയിൽ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൈദ വെച്ചിട്ട് മാത്രം തയ്യാറാക്കുകയാണെങ്കിൽ 4 കപ്പ് മൈദ അതിലേക്ക് 1/2 കപ്പ് റവ എന്നുള്ള രീതിയിൽ എടുക്കുക. ഞാൻ ആട്ട വെച്ചിട്ട് മാത്രം ചെയ്യുകയാണെങ്കിൽ ആട്ട 4 കപ്പ് എടുത്തിട്ട് അതിൽ 1/2 കപ്പ് റവ. അതല്ല ഞാൻ ആട്ട കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ 3 കപ്പ് മൈദ എടുത്തിട്ടുള്ളടുത്ത് 3 കപ്പ് ആട്ട എടുക്കുക, 1 കപ്പ് മൈദ എടുക്കുക. അപ്പോൾ ആ ഒരു 4 കപ്പിലേക്ക് എന്തായാലും നമുക്ക് ഒരു 1/2 കപ്പ് റവയാണ് വേണ്ടത്. ആ ഒരു ഇതിലെടുത്താൽ മതി, ആ ഒരു അളവിലെടുത്താൽ മതി. ഈ കപ്പ് ഇല്ലെങ്കിൽ ഗ്ലാസ്സോ ബൗളോ എന്ത് വേണമെങ്കിൽ വെച്ച് അളക്കണമെങ്കിൽ അതേ അളവ് തന്നെ നമുക്ക് എല്ലാം അളക്കുക. ഇനി ഞാൻ ഒരു വലിയ വിസ്താരമുള്ള പാത്രത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് അരിപ്പ വെച്ചിട്ടുണ്ട്. ആ അരിപ്പയിലേക്ക് നമുക്ക് മൈദയും ആട്ടയും ഒന്ന് അരിച്ചെടുക്കണം. കാരണം അതിൽ കട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നതാണ് നമുക്ക് നമ്മളെ ബട്ടൂര സോഫ്റ്റ് ആവാൻ നല്ലത്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് അരിച്ചെടുക്കുമ്പോൾ രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും. നമുക്ക് അതിലുള്ള കട്ടകളൊക്കെ ഒന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ആട്ട എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇത് വീട്ടിൽ പൊടിച്ച ഗോതമ്പ് പൊടിയാണ്. ഇപ്പോൾ നിങ്ങൾ പാക്കറ്റ് പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൽ വല്ലാതെ തരിയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇത് രണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ 1/2 കപ്പ് റവ ഉണ്ടല്ലോ അതും കൂടി ഈ പാത്രത്തിലിട്ടിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ആട്ടയും മൈദയും റവയും 3ഉം കൂടി ഒരേ ലെവലിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ആവണം, റവ എല്ലാ ഭാഗത്തേക്കും എത്തണം. ആ ഒരു രീതിയിലാണ് നമുക്കിത് മിക്സ് ആക്കേണ്ടത്. അപ്പോൾ സ്പൂൺ കൊണ്ട് മിക്സ് ആക്കിയാൽ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അധികം പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തൈരിൽ കുറച്ച് കട്ടയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരു ഫോക്ക് വെച്ചിട്ട് അടിച്ചിട്ട് നമുക്ക് കട്ടയൊക്കെ ഉടച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും നമ്മളെ ബട്ടൂരയിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഈ തൈരിലേക്ക് ചേർക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ തൈരിലെ കട്ട ഉടക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒന്നിങ്ങനെ ബീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഇട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും. തൈരിലെ കട്ടകളൊക്കെ ഉടഞ്ഞിട്ട് തൈര് നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും. അപ്പോൾ നല്ല പോലെ ബീറ്റാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 3/4 കപ്പ് പാൽ ഒഴിക്കണം. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ നല്ല പുളിയുള്ള തൈരാണുള്ളതെങ്കിൽ ഒരു 1/2 കപ്പ് തൈര് എടുത്താൽ മതി. അപ്പോൾ പാല് നമുക്ക് ഒരു 1/4 കപ്പ് ചേർക്കാം. മൊത്തം വേണ്ടത് നമുക്ക് ഒരു 1/4 കപ്പാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് മൈദ അളന്നതെങ്കിൽ ആ ഗ്ലാസ്സിന് തന്നെ ഈ തൈരും പാലൊക്കെ അളക്കുക. മൊത്തം 1/4 കപ്പ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ്സാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ കപ്പിന് അളന്നതുകൊണ്ട് 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് തൈരും 3/4 കപ്പ് പാലും. അപ്പോൾ ഇനി പാല് ഞാൻ പറഞ്ഞല്ലോ തൈര് പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ തൈര് 3/4 കപ്പും പാല് 1 കപ്പും ആക്കുക. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ പാൽ ഒരു 1/4 കപ്പ് എടുത്തിട്ട് തൈര് ഒരു 1/2 കപ്പ് എടുക്കുക. അപ്പോൾ ആ ഒരു റേഷ്യോയിൽ, കാരണം പുളി കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ബട്ടൂര ഒരു പുളിപ്പ് ടേസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കഴിക്കാൻ. അപ്പോൾ ഒരു കുറഞ്ഞൊരു പുളി വേണേ താനും, അതാണ് ബട്ടൂരയുടെ ടേസ്റ്റ്. അപ്പോൾ ആ ഒരു നമ്മളെ പുളിക്കനുസരിച്ച് നമ്മൾ പാലൊന്ന് അതിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇത് 3ഉം കൂടി നല്ല പോലെ മിക്സ് ആയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് വീണ്ടും നമ്മൾ ആ പൊടിയിലേക്ക് തന്നെ പോകാം. ഇതിലേക്ക് ഞാൻ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ നല്ല പ്യുവർ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. ഇത് നമ്മളെ ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് കൈ വെച്ചിട്ട് നമ്മൾ പുട്ടിൻ്റെ പൊടി ഉതിർത്തുമല്ലോ അതുപോലെ ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ ഗീ എത്തുന്ന രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഗീ എല്ലാ ഭാഗത്തേക്കും എത്തണം.
എന്തായാലും 1 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പൊടിയിൽ. പിന്നെ അതിന് ശേഷം നടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ബീറ്റ് ചെയ്ത ഇതുണ്ടല്ലോ, പാലും തൈരും പഞ്ചസാരയും ഉപ്പും കൂടി അതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. പകുതി ഭാഗം ഫുള്ളായിട്ട് ഒന്നിച്ച് ഒഴിക്കരുത്, കാരണം വെള്ളം കൂടിപ്പോയാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാൻ ഈ ഉണ്ടാക്കി വെച്ച പാലിൻ്റെയും തൈരിൻ്റെ ഈ കൂട്ട് 1.25 കപ്പുണ്ട് മൊത്തം. അത് ഇതിലേക്ക് കറക്റ്റായിരിക്കും, കൂടുതലോ കുറവോ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ പൊടി എടുക്കുന്നത് ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി, നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ ആട്ടപ്പൊടിയൊക്കെ ആണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഇതായി വരും. അങ്ങനെ എന്തെങ്കിലും വെള്ളം കൂടിപ്പോകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ ഇട്ടിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് കുറവാണ് വരുന്നതെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്തായാലും നമ്മളെ മാവിൽ വെള്ളം കൂടി പോവാതിരിക്കാൻ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്കിത് പരത്തിയെടുക്കാൻ കഴിയില്ല. സ്റ്റിക്കി മാവാകുമ്പോൾ നമുക്കിത് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഉള്ളൊരു മാവ് ആവണം എന്നുണ്ടെങ്കിൽ വെള്ളം കറക്റ്റ് അളവിലേ പാടുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ 3/4 ഭാഗവും ഫുള്ളും ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കാം. എനിക്കിത് കറക്റ്റായിരുന്നു. ഇതിലേക്ക് ഫുള്ളും ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് ബാക്കിയുണ്ട്, അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത്രയും കൂടി ബാക്കിയുണ്ട്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഫുള്ള് ഞാനിപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്തു. ഫുള്ള് കറക്റ്റായിരുന്നു. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴക്കെന്ന് വെച്ചാൽ നമുക്ക് പൊറോട്ടക്കൊന്നും കുഴക്കണ പോലെ നല്ല ഇതിലൊന്നും കുഴച്ചെടുക്കണ്ട. ഇത് ഒന്നങ്ങോട്ട് കൂട്ടിയിട്ട് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇങ്ങനെ കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. പെട്ടെന്ന് കുഴഞ്ഞ് വരും. റവയൊക്കെ ചേർക്കണോണ്ട് കുറച്ച് ഹാർഡാണെങ്കിലും പെട്ടെന്ന് ഇത് സ്മൂത്തായി വരും ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ തന്നെ. പാലും നെയ്യൊക്കെ ചേർത്ത കാരണം പെട്ടെന്ന് ഇത് സോഫ്റ്റായി വരും മാവ്. കൂടുതൽ വെള്ളം കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അഥവാ കൂടിക്കഴിഞ്ഞാൽ കുറച്ച് പൊടി എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കണ്ടപ്പോൾ എല്ലാം ഒന്ന് പൊട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് വെറുതെ പ്രസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുക. കൂടുതൽ ടൈമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് ഇതുപോലെ കുഴച്ചിട്ട് നമുക്ക് ഇത് ഒരു 5 മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലത് നല്ല സോഫ്റ്റായി വരുള്ളൂ. കാരണം നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്കിത് ഒരു 5 മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിതിപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ടാണ്, ഞാനിത് രാവിലെയാണ് കുഴച്ചെടുക്കുന്നത്. വൈകുന്നേരം രാവിലെ ഒരു 8:30 മണിക്കാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. ഇനി വൈകുന്നേരം ഒരു 5:30-6 മണി സമയത്ത് ഞാൻ ഇതിന് പൊരിച്ചെടുക്കുള്ളൂ. അപ്പോൾ അതുവരേക്കും ഇതിങ്ങനെ തന്നെ വെക്കുകയാണ്. നല്ലൊരു കോട്ടൻ്റെ തുണി നനച്ചിട്ട് നമ്മൾ ഡൗവിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീലിൻ്റെ മൂടി കൊണ്ട് അടച്ചു വെക്കുകയാണ്, അടുപ്പ് കൊണ്ട് അടച്ചു വെക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. കാരണം നമ്മളിത് വൈകുന്നേരമല്ലേ എടുക്കുള്ളൂ. മിനിമം ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നൈറ്റിൽ കുഴച്ച് വെച്ചാൽ മതി. രാവിലെ എടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വൈകുന്നേരം ഒരു 5:30 മണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എടുക്കുകയാണ് മാവ്. ഇതുണ്ടോ, നമ്മൾ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, കൈ വെച്ചാൽ തന്നെ നല്ല അടിവിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഓവർ സമയമൊന്നും ഇത് കുഴച്ചിട്ടില്ല മാവ്. എന്നിട്ട് നല്ല സ്മൂത്തായി നിൽക്കുന്നുണ്ട് മാവ്. ഇത് കണ്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഇനി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ശേഷം ഇങ്ങനെ ഓരോരോ ബോളുകളാക്കിയിട്ട് നമുക്ക് ബട്ടൂര എത്ര വലുപ്പമുള്ളതാണ് വെച്ചാൽ അത്ര വലുപ്പമുള്ള ഒരു ബോളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് ഫുള്ളായിട്ട് ഞാൻ പൊരിച്ചെടുക്കുന്നില്ല. ഇതിന്നൊരു 10-15 ഇപ്പോൾ പൊരിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഈ ഡവ് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട്. ബാക്കി ഇനി നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനൊരു 10-15 തയ്യാറാക്കുന്നുള്ളൂ. അങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ 2 ദിവസമൊക്കെ നമുക്ക് ഈ മാവ് ഫ്രിഡ്ജിൽ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. ഇത് പരത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു 1/2 മണിക്കൂർ മുമ്പായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് വെച്ചാൽ മതി. ഇനി നമുക്കിതൊരു ചപ്പാത്തി പരത്തുന്ന പലകയിലിട്ടിട്ട് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. പത്തിരി പ്രസ്സിലിട്ടും പരത്തിയെടുക്കാം കേട്ടോ. ഇതിപ്പം എനിക്കൊരു സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വെച്ചിട്ട് പരത്തുന്നത്. കാരണം സാധാരണ നമ്മൾ പ്രസ് ചെയ്ത് ഫ്രൈ ചെയ്താൽ ഇത് പൂരിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് ആകുമ്പോൾ ബട്ടൂരാകുമ്പോൾ ഒരു ഷേപ്പ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഇതാവുന്നത്.
നമ്മൾ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് പിന്നെ പൊരിച്ചെടുത്താൽ നല്ല ഈസിയാണ് ഇത് പൊരിച്ചെടുക്കാൻ. നമ്മൾ പൂരി പൊരിക്കുന്നത് പോലെ ഉള്ളൂ, ഭയങ്കര എളുപ്പമാണിത് പരിപാടി. അപ്പോൾ ഞാനതിൽ 4-5 അതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് പരത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പാത്രം നീ വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് പൊരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ, ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം നമ്മൾ പാലും തൈരൊക്കെ ഇട്ടിട്ടാണല്ലോ ഇത് മാവ് കുഴക്കുന്നത്, പൂരിയുടെ പോലെ വെള്ളത്തിലല്ലല്ലോ കുഴക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടോ, പെട്ടെന്ന് തന്നെ വേവുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പൊങ്ങി വരും. കണ്ടോ, നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് നമ്മളെ ബട്ടൂര തയ്യാറായി കഴിഞ്ഞു. കണ്ടോ, ഫുള്ള് നല്ല ഒറ്റ പൊള്ളനായി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 5 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ സാധാരണ തലേന്ന് രാത്രിയിലാണ് കുഴച്ച് വെക്കാറ്. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുകയാണെങ്കിൽ, ഡിന്നറിന് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ കുഴച്ച് വെക്കും. അപ്പോൾ നമ്മൾ ബട്ടൂര ഇവിടെ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഞാൻ ഒക്കെ ഒരു സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബട്ടൂര. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബേക്കിംഗ് പൗഡറുടെ ബേക്കിംഗ് സോഡയുടെയോ ഈസ്റ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ബട്ടൂരയാണ് ഇത്. നമ്മൾ ചിക്കൻ മുളകിട്ടതിൻ്റെ കൂടെ ചിക്കൻ ഗ്രേവി, ചില്ലി ചിക്കൻ ഗ്രേവിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഡിഷാണ്. തേങ്ങ അരച്ച കറി ഇതിലേക്ക് അത്ര കോമ്പിനേഷൻ ഇല്ല. തേങ്ങ അരക്കാത്ത നോൺ വെജിൻ്റെ കറി ഏതായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ നന്ദി.